ഈ പേപ്പർ പഞ്ച് ചെയ്യുന്ന സാധനം ഞാൻ കുറേ കാലം നോക്കി നടന്നിട്ട് കിട്ടിയപ്പോൾ എനിക്ക് വെറുതെ ഒരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ള മിഠായി കവറൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കിട്ടുമോ ഇല്ലയെന്നൊന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ കുറേ നേരമായിട്ട് മെനക്കെട്ട് കേട്ടോ. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് കിട്ടീന്ന് നോക്കുമ്പോൾ വലിയ മേനൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കട്ടായിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കട്ടി കുറഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ തീരെ കിട്ടുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പേപ്പറിന് മാത്രം നടക്കുള്ളൂ. ഞാൻ എന്നിട്ട് പിന്നെയും വെറുതെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോഴൊന്നും കിട്ടുന്നില്ല. അവസാനം ഞാൻ എന്തായാലും തോറ്റെന്ന് മനസ്സിലായപ്പോൾ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേപ്പർ തിരഞ്ഞ് നടന്നിട്ട് എനിക്കൊരു ഫോം ഷീറ്റിൻ്റെ ഒരു ബട്ടർഫ്ലൈ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ഉള്ളിലേക്കാക്കി കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെറ്റാക്കിയിട്ട് പ്രസ് ചെയ്തപ്പോഴാണ് സംഭവം കിട്ടിയത്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെയും ഉണ്ടാക്കി വെറുതെ ആ ബട്ടർഫ്ലൈ അങ്ങോട്ട് കോളാക്കി കൊടുത്തു. അങ്ങനെ ഫുള്ളായിട്ട് ഒരു നാളിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഫ്ലവറൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാൾ ഒരുപാട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഐറ്റം. സംഭവം ഈ ഫ്ലവർ മാത്രമല്ല കേട്ടോ, ഹാർട്ട് ഷേപ്പും അങ്ങനെ പല ഐറ്റം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയതിൻ്റെ ഒരു കിടയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ സാധനമാണെങ്കിലും നമുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ആരും കാര്യമാക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.